ഞാനിപ്പം കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗസലിൻ്റെ നമ്മുടെ ബാബുക്കായൊക്കെ ആർക്കും മറക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒരു ഗസൽ ആസ്വദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. കേരളത്തിലെ വിവിധ ഭാഗത്തുള്ള ഗസൽ ആസ്വാദകരും ഗസലിനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്, കേരള ഗസൽ ഫൗണ്ടേഷൻ. ഞാനിപ്പം നിൽക്കുന്നത് അതിൻ്റെ കീഴെയാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഗസലിൻ്റെ ആ ഒരു താളവും ലയവും അവിടെ ഒരു സൈഡിൽ ഗസൽ ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഈ ഒരു സംഘടനയെക്കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഈ ഗസലിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഷബീർ. കേരള ഗസൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഗസൽ എന്ന് പറയുന്ന സാഹിത്യ സംഗീതശാല, ഇതിനെ ആളുകൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘമാണ്. 2019 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഇവിടെ സജീവമാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും പൊതുവേ മഹഫിലുണ്ട്. അല്ലാതെ മാസത്തിൽ 1-2 തവണ നമ്മളെന്തായാലും പുറത്തുനിന്ന് ഏതെങ്കിലും ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഉള്ള പോലെ ആരെങ്കിലുമൊക്കെ മഹഫിൽ നടത്തുന്നുണ്ടാവും. നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഈ സ്ലോ മൂഡിലുള്ള എല്ലാ പാട്ടുകളും ഗസലാണ് എന്ന് ധരിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പൊതുവേ ഉള്ളത്. അത് ഗസലിനെ മനസ്സിലാക്കാൻ സഹായകമാണ്. അപ്പം പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ഗസൽ, അത് എന്തൊക്കെയാണ് നമ്മോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വരുന്ന സ്വീറ്റ്നസ് എന്താണ് എന്നുള്ള സംഗതി ആളുകളെ കുറെ കൂടെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഗസൽ ടാലൻറ്റ് ഹണ്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ കലോത്സവങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുണ്ട് ഗസൽ കേൾക്കാൻ വേണ്ടിയിട്ടും അവരെ അഭിനന്ദിക്കാനും അവരെ പരിചയപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പരിപാടികൾ അവതരിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഘമാണിത് 2019 മുതൽ. ഇവിടെ പ്രധാനപ്പെട്ട പല ആളുകളും വന്നു പോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? എനിക്കൊന്നിന് രമേശ് നാരായണൻ ഉണ്ടായിരുന്നു. രമേശ് നാരായണനും അവരുടെ മകള് പിന്നെ മധുശ്രീ, അതേപോലെ എം ജയേന്ദ്രൻ 2 വട്ടം ഇവിടെ വന്നു. എം ജയേന്ദ്രൻ സാറ്, ശരി. പിന്നെ വിദ്യാധര മാഷ് ഉണ്ടായിരുന്നു. പിന്നെ മുംബൈയിലുള്ള കുമാർ സത്യം, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രത്യേകത പറഞ്ഞത് ഇവിടെ അതിഥി ഇല്ല, ആതിഥേയനില്ല, എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അതെ, അപ്പം നമ്മളായിട്ട് അങ്ങനെ ആരെയും ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പൊതുവെ ഉണ്ടായിട്ടില്ല. എല്ലാവരും താല്പര്യപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇവിടെ എനിക്ക് ബോധ്യപ്പെട്ടൊരു സംഭവമാണ്.
കാരണം ഞാൻ യാദൃശ്യമായിട്ട് ഇവിടെ വന്ന് കയറിയ ഒരാളാണ്. ഞാൻ കോഴിക്കോട് വന്നതിൻ്റെ ലക്ഷ്യം വേറെ ആയിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പം യാദൃശ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നിട്ടും ഞാൻ ഒന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ്. പക്ഷേ നമ്മളെ ഇവിടെ യാദൃശ്യമായിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 2 പാട്ട് കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞിട്ട് വന്ന ആളാണ്. പക്ഷെ ലാസ്റ്റ് ഇപ്പോൾ തീരാറായല്ലേ, ഇപ്പോൾ ലാസ്റ്റ് തീരാറായി. അത് തന്നെയാണ് ഈ ഗസലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊരു മൂഡാണ് കേട്ടോ. കാരണം ആ സമയത്ത് തന്നെ പുറത്ത് നല്ല ഇടിയും മിന്നലും മഴയും അല്ലേ, ലാസ്റ്റ് ആ വെള്ളമൊക്കെ അകത്ത് വീണ് നമ്മളെ ഇത് വേറെ അതേസമയം ഒരു ഗാനമേളയായിരുന്നെങ്കിൽ അവിടെ അപ്പം ബട്ടൺ ഇട്ടേനെ, സ്റ്റോപ്പ് ഇട്ടേനെ. പക്ഷെ ഗസലിന് മാത്രം സ്റ്റോപ്പ് വീണില്ല. പക്ഷെ പല പ്രമുഖരുടെ കൂടെ വായിച്ചിട്ടുണ്ടല്ലേ. ആളിപ്പം അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. അടിപൊളിയായിരുന്നു കേട്ടോ. അജ്മൽ ഇപ്പം എന്താ എത്ര പഠിക്കണം? ഞാൻ ഡിഗ്രിയാണ്. ഈ തബല എന്താ തിരഞ്ഞെടുക്കാൻ കാരണം? തബല ഉപ്പ തബലിസ്റ്റാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഉപ്പ ഇങ്ങനെ വായിക്കുന്ന കേട്ടിട്ടും കണ്ടും കേട്ടും നമ്മൾ ഇതായതാണ് അല്ലേ. ഈ ഇപ്പം നിലവിൽ എത്ര സ്റ്റേജ് നമ്മൾ കളിച്ചിട്ടുണ്ടാകും? ഞാൻ 9th 10th +1 സ്കൂൾ കലോത്സവം സ്റ്റേറ്റ് എ ഗ്രേഡ് ഉണ്ട്. അതേപോലെ ഈ വർഷത്തെ കോളേജ് ഡി സോൺ ഇന്റർ സോൺ കലോത്സവത്തിന് ഫസ്റ്റ് ഉണ്ട് തബല. അതെ അല്ലേ. ഇതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആദരവൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. നേരാമളപ്പെന്ന് അത് ഈ കോഴിക്കോടിൻ്റെ പ്രത്യേകത അല്ലേ. കലാകാരന്മാരെ ശരിക്കും വാർത്തെടുക്കുകയും അതുപോലെ തന്നെ പോളിഷ് ചെയ്തെടുക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ അജ്മലിൻ്റെ ഏറ്റവും വലിയ വിജയവും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നല്ലേ. ഈ ഗസലിനാണോ കൂടുതൽ സാധാരണ കൂടുതൽ താല്പര്യം? ഗസൽ, ക്ലാസിക്കൽ, ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റിയ എല്ലാ ജോണറും ഇഷ്ടമാണ്. അതെ അല്ലേ. നമ്മൾ കൂടുതലായിട്ട് ഒരു നല്ലൊരു വേദിയിൽ നമ്മൾ നല്ലൊരു സമയത്ത് നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഇപ്പം ഏകദേശം 10-11 മണി സമയമായി. പുറത്ത് നല്ല മഴ നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല ഇവിടെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസും ഉണ്ട് പ്രോഗ്രാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അജ്മലിനെ വേറൊരു വേദിയിൽ കാണിക്കാം. എല്ലാവരുടെ ആശംസകളും ആളുകൾ ഇങ്ങനെ ക്ഷയിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്കിപ്പം ഇതിനകത്തേക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവർ സൈനിങ് ഔട്ട്. മൻസൂർ.